കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണ്ണത്രൈശ. സംപൂജ്യരായ എല്ലാ സ്വാമിമാർക്കും സ്വാമിനിമാർക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ഭക്തന്മാർക്കും കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം. ഇത്രയും ധന്യമായ ഈ വേദിയിൽ മുടങ്ങാതെ കഴിഞ്ഞ അനവധി വർഷങ്ങൾ ഇവിടെ വന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ കിട്ടുന്ന അനുഭൂതി അത് വിവരണാതീതമാണ്. അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിലും ഭാഗവത സത്ര വേദികളിലുമെല്ലാം പ്രഭാഷണം നടത്തി ഇറങ്ങുമ്പോൾ അറിയാതെ എൻ്റെ മനസ്സ് പറയാറുണ്ട്, അഹം എന്ന സിനിമയിൽ കാവിയുടുത്ത് തലപ്പാവും കെട്ടി കാല് നീട്ടിവെച്ച് നടക്കുന്ന മോഹൻലാലിൻ്റെ പുറകിലൊരു പാട്ടുണ്ട്, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, പാതിമെയ്യായ മാതാവിനോ പാതിമെയ്യായ പിതാവിനോ 10 മാസം ചുമന്നെന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ, എന്നെ പ്രഭാഷണത്തിന് ക്ഷണിച്ച ഭൂമാനന്ദ സ്വാമിയോടോ ഈ പ്രഭാഷണം കേൾക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോടോ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് വിചാരിക്കാറുണ്ട്. ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും 1 വർഷം പിന്നിടുന്നു എന്നൊരു തോന്നലും. മലയാളത്തിലെ സിനിമാ പാട്ടിൽ ശ്രദ്ധേയമായൊരു പാട്ട്, പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. 15 നാഴിക 6 മണിക്കൂർ. സൂര്യൻ ഉദിച്ച് അങ്ങ് നട്ടുച്ചയിലെത്തുമ്പോൾ 6 മണിക്കൂറാവും. പിന്നെ സൂര്യൻ മുകളിലേക്കല്ല, പിന്നെ സൂര്യൻ താഴത്തേക്കാണ്. നമ്മളിൽ പലർക്കും മണി 4 ചിലർക്ക് 5 ചിലർക്ക് 5:45. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. അതും ഒരു സിനിമാ പാട്ടാണ്. ഏതായാലും എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സബ്ജക്റ്റാണ്. ഓരോ ഭാരതീയനും ലോക ജനതയും അറിയേണ്ട ഒരു വിഷയം, ലോകത്തിലെ 746.5 കോടി ജനതയും അറിയണം, ഭാരതത്തിലെ 137 കോടി ജനതയും അറിയേണ്ട ഒരു വിഷയമാണ്. അത് പർളിക്കാട് ഭാഗവത സത്രത്തിൽ നിരന്തരം പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് അറിഞ്ഞുകൂടാ എന്ന് വരരുത്. അവരതറിയണം. നിങ്ങളിതറിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇതറിയിക്കാൻ ബുദ്ധിമുട്ടില്ല. അറിയേണ്ടവർ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട പോലെ അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ അറിയാത്തവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ അറിയുന്നവർക്ക് അറിയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിവിടെ വരുമ്പോൾ മാത്രം എനിക്കൊരു ഭയം എന്താണെന്നറിയാമോ? ഈ പർളിക്കാട് ഭാഗവത സത്രത്തിൽ വരുമ്പോൾ മാത്രം ഈ ക്ലോക്ക് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. നിന്റെ സമയം ആവാറായി എന്ന് പറയും. ഏതായാലും അതിൻ്റെ ഉള്ളിൽ ഇത് പറഞ്ഞു തീർക്കണം. അതാണ് എന്നെ സന്തോഷിപ്പിക്കുന്നതും അല്പം സ്പീഡിലാക്കിപ്പിക്കുന്നതും. അതാണ്. ഈ ലോകത്തിൽ 9 മതങ്ങളാണുള്ളത്. അതിലെ 8 മതങ്ങൾക്കും ഒരു പുസ്തകം, ഒരു ഈശ്വര സങ്കല്പം, ഒരു ചിഹ്നം, ഒരാചാര്യൻ, ഒരു ദൈവം. 8 മതങ്ങൾക്കും അങ്ങനെയാണ്. ഭാരതീയർക്ക് മാത്രം, സനാതനധർമ്മത്തിൻ്റെ അവകാശികൾക്ക് മാത്രം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആചാര്യന്മാരുണ്ട്, ആയിരക്കണക്കിന് ഈശ്വര സങ്കല്പങ്ങളുണ്ട്,
ആയിരക്കണക്കിന് ആരാധനാക്രമങ്ങളുണ്ട്. ഇനിയും പുതിയത് ചേർക്കണമെങ്കിൽ ചേർക്കാം, പഴയത് കളയണമെങ്കിൽ കളയാം, ഉള്ളതിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അങ്ങനെ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് പ്രാക്ടീസിങ് സ്വാതന്ത്ര്യമുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ കാണുക, ചർച്ച ചെയ്യുക, ചിന്തിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. എന്നിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ പറയുക, ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ. Let noble thoughts come towards us from all over the world. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും, ലോകത്തിൽ എവിടെ നന്മ നിറഞ്ഞ ചിന്താധാരകൾ ഉണ്ടെങ്കിലും അത് നമ്മിലേക്ക് വരട്ടെ എന്ന് പറയുക. നമ്മുടെ മതത്തിൽ നിർബന്ധമില്ല, അതിൽ കാർക്കശ്യമില്ല, ഒരു ധർമ്മ നേതാവില്ല. ആരെ വേണമെങ്കിലും ആചാര്യനായി സ്വീകരിക്കാം, ഒരാളെയും ആചാര്യനായി സ്വീകരിക്കാതിരിക്കാം. ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കാം. ഇനി ഗ്രഹണ സമയത്ത് മൂക്കറ്റം തിന്നണം തോന്നുകയാണെങ്കിൽ തിന്നാം. ഗ്രഹണ സമയത്ത് ഉപ്പും മുളകും സീരിയൽ കാണണമെങ്കിൽ കാണാം. അല്ല, ഗ്രഹണ സമയത്ത് പരസ്പരം ചന്ദനമഴ, കറുത്ത മുത്ത്, വാനമ്പാടി കാണണമെങ്കിൽ കാണാം. റോഡിൻ്റെ നടുക്കിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കണം, ഞാൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞ് കഴിക്കണമെങ്കിൽ കഴിക്കാം. നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്ന് ആരും പറയില്ല. കേരളത്തിൽ ജനിച്ചവനോട് ഇനി വീണ്ടും കേരളത്തിലേക്ക് പോകുമെന്ന് പറയുന്ന മാതിരിയാണ് നരകത്തിലേക്ക് പോകുമെന്ന് പറയുന്നത്. അത് കാരണം നരകത്തിലേക്ക് പോകുമെന്ന് പറയേണ്ടി വരില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ പരമവൈഭവമായൊരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ് ഭാരതത്തെ ഭാരതമാക്കിയത്. അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീത ആധാര ഗ്രന്ഥമായിട്ട് എടുത്തത്. അതുകൊണ്ട് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ എല്ലാ ദിവസവും 8 മണിക്ക് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ അമേരിക്കയിൽ വന്ന് താമസിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഉക്രൈനിലെ 64% ജനങ്ങൾ ശ്രീകൃഷ്ണ ഭക്തന്മാരായത് കഴിഞ്ഞ 4 വർഷത്തിൽ. അതുകൊണ്ട് ആ ലോകം മുഴുവനും ഹിന്ദു ധർമ്മം ഇപ്പൊ തഴച്ചു വളരുന്നത്. സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള സ്വാതന്ത്ര്യത്തിൽ ഏതിനെ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വേദത്തിലൊരു മന്ത്രമുണ്ട്, ചാന്തോക്യോപനിഷത്തിലൊരു മന്ത്രമുണ്ട്, ആശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. ചോദ്യം ചെയ്ത് മുമ്പോട്ട് പോവുക. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് എങ്ങനെയാ ചോദ്യം ചോദിക്കേണ്ടത്? കിം സ്വേത്വാനാം കവോസ വൃക്ഷ ആസീത് കഥമിച്ഛിത് കഥാസീത് ശിക്ഷാ സഖിഭ്യ ഹവിഷിസ്വധാവ സ്വയം യജസ്വധന്വം മൃധാന വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യാം നമാതി സമ്പദത്രൈഹി ധ്യാവാ പൃഥിവീ ജനയൻ ദേവയേകാഃ. ആ കാട് എങ്ങനെ ഉണ്ടായി? ആ കാട് ഉണ്ടാകുന്നതിന് മുമ്പ് ആ പ്രദേശം എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി കുറെ കാലം കഴിഞ്ഞാൽ ആ കാടുള്ള പ്രദേശം എന്തായി മാറും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് സ്വയം ഉയർന്ന് അങ്ങ് വളരെ ബുദ്ധി വൈഭവമുള്ളവനായി മാറി ലോകം മുഴുവനും ചെവിയും കണ്ണും മസ്തിഷ്കവും ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് അന്ത്യത്തിൽ മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തിന് മുഴുവനും ആധാരമായ ശക്തി ദേവ ഏക ഒരു ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയതോടുകൂടി നമ്മൾ ആ ലെവലിലെത്തും. അപ്പൊ ശരിക്ക് ഭൂമാനന്ദ സ്വാമി ചോദിക്കുന്ന മാതിരി നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ കൂട്ടരെ എന്ന് ചോദിക്കാറില്ലേ? അതുമാതിരിയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെയാണുള്ളത്. സായിബാബ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കാറില്ലേ, ഞാൻ പറയണത് വല്ലതും മനസ്സിലാവണുണ്ടോ, അല്ല നിങ്ങൾ അന്നദാനത്തിനാണോ വന്നതെന്ന്. അപ്പോൾ ഓർമ്മിക്കുക, ഇങ്ങനെയുള്ള ജീവിതത്തിലെ പ്രയാണത്തിൽ മനസ്സിലാക്കാനുള്ള
ഒരു കാര്യം സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളിലൂടെയുള്ള ആയിരക്കണക്കിന് കഥകൾ പറഞ്ഞുകൊടുത്ത് ജീവിതത്തെ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ള ഒരു പ്രയാണമാണ് ജീവിതം. അതാണ് അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഈ ജനന തീയതിക്കും മരണ തീയതിക്കും ഇടയ്ക്ക്, ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ഹൗ ലോങ് യു ആർ ലിവിങ്, നോബഡി ഇൻ ദ വേൾഡ് ഈസ് ബോതേർഡ്. ഹൗ യു ആർ ലിവിങ്, ദാറ്റ് ഈസ് വാട്ട് ദ വേൾഡ് ഈസ് ബോതേർഡ്. ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ സദസ്സിൽ. ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ലൈഫ്. ഐ ആം ലിവിങ് എ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ്ഫുൾ ലൈഫ്. ആ ജീവിതത്തില് യൂസ്ഫുൾ ഫോർ ഹും, ആർക്ക് പ്രയോജനപ്രദമായ ജീവിതം. എൻ്റെ മനസ്സിന് എൻ്റെ ജീവിതം കൊണ്ട് സന്തോഷം ഉണ്ടാവണം. എൻ്റെ ശരീരത്തിന് എൻ്റെ ജീവിതം കൊണ്ട് പോസിറ്റീവ് ഉണ്ടാകണം. എൻ്റെ കുടുംബത്തിന് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. എൻ്റെ സംസ്കാരത്തിന് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. സമൂഹത്തിന്, രാഷ്ട്രത്തിന്, സർവചരാചരങ്ങൾക്ക് എൻ്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്ന് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും പഠിപ്പിക്കുന്നു കഥകളിലൂടെ. അത് കഴിഞ്ഞ് മഹാഭാരതത്തിലെ 60,000 ശ്ലോകങ്ങളിലുള്ള കഥകളിലൂടെയും 65,000 ശ്ലോകങ്ങളിലൂടെയുള്ള കൗരവരുടെയും പാണ്ഡവരുടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ജീവിതത്തെ ധന്യമാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. അടുത്തത് 24,000 ശ്ലോകങ്ങളുള്ള രാമായണത്തിലൂടെ രാമനുമായി ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. അടുത്തതിൻ്റെ മുകളിലേക്ക് പോയാൽ വേദം, കഥകളില്ല, വ്യക്തിയധിഷ്ഠിത അനുഭവങ്ങളില്ല, ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസമില്ലാതെ സർവചരാചരങ്ങൾക്ക് നന്മ വരുത്താനുള്ള ഉപദേശങ്ങളിലൂടെ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്നു. ജീവിത യാഥാർത്ഥ്യം എന്ത് എന്ന് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷം പുരാണങ്ങള്, അതിൻ്റെ മുകളിൽ മഹാഭാരതം, അതിൻ്റെ മുകളിൽ വാൽമീകി രാമായണം, അതിൻ്റെ മുകളിൽ വേദം, അതിൻ്റെ മുകളിലാണ് ഉപനിഷത്തുക്കള്. 5 ലെവലുണ്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾക്ക്. 2000-ഓളം അടിസ്ഥാന ഗ്രന്ഥങ്ങള്, 10,000-ഓളം വ്യാഖ്യാനങ്ങള്, 1,00,000-ഓളം ഉപാഖ്യാനങ്ങളുള്ള ഭാരതീയ ഗ്രന്ഥങ്ങളുടെ 5 ലെവലിനെ കുറിച്ചാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. ഇതേപോലെ ഭാരതീയ ആത്മീയതയ്ക്ക് 5 ലെവലുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഈ ലോകത്തിലെ ഒരു വ്യക്തിയും ഈ 5 ലെവലും വേറെയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട്. അതുകൊണ്ട് അറിയുക, 5 ലെവല്. ക്ഷേത്രത്തിൻ്റെ ലെവല്, അത് കഴിഞ്ഞ് മുകളിലേക്ക് എത്തിയാൽ അവതാരങ്ങളുടെ ലെവല്, അതിൻ്റെ മുകളിലേക്ക് എത്തിയാൽ ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിന്റെ ലെവല്, അതിൻ്റെ മുകളിലെത്തിയാൽ പ്രപഞ്ച ചൈതന്യത്തെ ഈശ്വരനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലെവല്, അതിൻ്റെ മുകളിലെത്തിയാൽ ജീവാത്മ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലെവല്. ഈ 5 ലെവല് അത് എത്താൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. ഭാരതം എന്ന രാഷ്ട്രത്തെ മുഴുവനും നടന്ന് ചെന്ന് വാഹനത്തിൽ ചെന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഭാരതത്തിൻ്റെ ഒരു മാപ്പ് വെച്ച് ഇവിടെയാണ് മധ്യപ്രദേശ്, ഇവിടെയാണ് ജാർഖണ്ഡ്, ഇവിടെയാണ് ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, തെലങ്കാന, ബംഗാള്, ഇതെല്ലാം ഇന്ന സ്ഥലത്താണെന്നൊരു മാപ്പ് വെച്ച് കാണാൻ അതിന് കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ട. അതുപോലെയാണ് ഈ 5 ലെവലിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തിക്ക് ക്ഷേത്രങ്ങള് തളരുന്ന മനസ്സിനെ വളരുന്ന മനസ്സാക്കി മാറ്റാനുള്ള ക്ഷേത്രം, തളരുന്ന ശരീരത്തെ, അനാരോഗ്യമുള്ള ശരീരത്തെ
ആരോഗ്യമുള്ള ശരീരമാക്കി മാറ്റാനുള്ള ക്ഷേത്രം. കുടുംബ ബന്ധം, ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കള് ഒരുമിച്ച് ക്ഷേത്രങ്ങളിൽ പോയി ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ആ കേന്ദ്രമാണ് ക്ഷേത്രം. സാംസ്കാരിക മൂല്യങ്ങള്, ക്ഷേത്ര കലകള്, ക്ഷേത്രവാദ്യങ്ങള്, ക്ഷേത്ര അനുഷ്ഠാനങ്ങള്, ക്ഷേത്ര ആചാരങ്ങള്, ക്ഷേത്ര മന്ത്രങ്ങള്, ക്ഷേത്ര തന്ത്രങ്ങള്, ക്ഷേത്രത്തിലെ ഉത്സവങ്ങള്, പ്രതിഷ്ഠാദിനം, വിശേഷ ദിനം, ഇതൊക്കെ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സാംസ്കാരികമായും സാമൂഹികമായും ഒരുമിച്ച് കൊണ്ടുവരേണ്ട ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അപ്പം മനസ്സിനെ ഉയർത്താൻ, ശരീരത്തെ ആരോഗ്യമുള്ളതാക്കാൻ, കുടുംബത്തെ ഛിദ്രമാകുന്ന കുടുംബത്തെ ഭദ്രമാക്കാൻ, ആ കുടുംബ ബന്ധം ദൃഢമാക്കാൻ, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, സമൂഹത്തിൽ ഐക്യമുണ്ടാക്കാൻ, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന് ഇന്നലെ മിനിഞ്ഞാന്ന് നിങ്ങൾ എത്ര പേര് പത്രത്തിൽ വായിച്ചു എന്നറിഞ്ഞൂടാ, ശബരിമലയിലേക്കുള്ള തിരക്കങ്ങോട്ട് കൂടിയപ്പോ കാട്ടിൽ മുഴുവനും ഭക്തർ പെട്ടിരിക്കുക, ഒന്നും കഴിക്കാനില്ല. 5000-ഓളം സേവാഭാരതി പ്രവർത്തകര് ഭക്ഷണവും കൊണ്ട് കാട്ടിലേക്ക് പോയിരിക്കുക 3 ദിവസമായിട്ട്. അപ്പോ സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുണ്ട്, കർണാടകത്തിൽ നിന്ന് വന്നവരുണ്ട്, തെലങ്കാനയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, റഷ്യയിൽ നിന്ന് വന്നവരുൾപ്പെടെ ഒരേ ലക്ഷ്യം. 14 ഇഞ്ച് പൊക്കമുള്ള ഒരു വിഗ്രഹം 1/2 സെക്കൻഡ് നേരം കാണാൻ 8 മണിക്കൂർ ക്യൂ നിൽക്കുകയാണ്. മഴയും തണുപ്പും വകവെക്കാതെ ഒരുമിച്ച് വരിക. എല്ലാവരും അയ്യപ്പന്മാരാണ്. നീയും അയ്യപ്പൻ, ഞാനും അയ്യപ്പൻ. ചെറിയ പെൺകുട്ടി മാളികപ്പുറം, വലിയ അമ്മച്ചിയാണെങ്കിൽ കുതിരപ്പുറം. അപ്പൊ എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ച. മനസ്സിനെ ഉയർത്താൻ, ശരീരത്തെ ആരോഗ്യമുള്ളതാക്കാൻ, കുടുംബ ബന്ധം ദൃഢമാക്കാൻ, സാംസ്കാരിക മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ, രാഷ്ട്രത്തിൻ്റെ ഉദ്ഗ്രഥനത്തിന്. ഞാൻ കൈലാസത്തിലേക്ക് നടന്നുപോയി, ആയിരക്കണക്കിന് വ്യക്തികള് അമർനാഥിലേക്ക് നടന്നുപോയി, ബദ്രീനാഥിലേക്ക് നടന്നുപോയി, സുവർണക്ഷേത്രത്തിലേക്ക് നടന്നുപോയി, കേദാർനാഥിലേക്ക് 3/4 ഭാഗം നടന്നുപോയപ്പോൾ പട്ടാളക്കാർ തിരിച്ചു പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ സ്നോ വീഴുന്നുണ്ടെന്ന്. അവിടെയൊക്കെ പോയപ്പോൾ കണ്ടു, അവിടെ കേരളീയൻ, മലയാളി, തമിഴൻ, കന്നഡികൻ, തെലുങ്കൻ ഒരു വ്യത്യാസം ഇല്ല. ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ ആസിന്ദോ സിന്ധുപര്യന്തം യസ്യ ഭാരതഭൂമികാഃ മാതൃഭൂ പിതൃഭൂ പുണ്യഭൂ ധർമ്മഭൂ കർമ്മഭൂശ്ചൈവ സ വൈ ഹിന്ദുരിതി സ്മൃത. ആ ഒറ്റ ലക്ഷ്യം, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള ലക്ഷ്യം. 5-6 കൊല്ലം മുമ്പ് നമ്മുടെ പ്രയാഗയില് 5 ദിവസം കുംഭമേളയ്ക്ക് പോയി. കോടിക്കണക്കിന് ജനങ്ങള്, ഒരു വിഷമവും ഇല്ല. ബസ് ഇറങ്ങി 6 കിലോമീറ്റർ നടന്നാലേ ത്രിവേണിയിൽ കുളിക്കാൻ പറ്റുള്ളൂ. ഒരു കട്ടൻ ചായ പോലും ഇടയ്ക്ക് കിട്ടില്ല. എന്നിട്ടും ആൾക്കാർ വരുന്നു. ഈ വർഷം 13 കോടി ജനങ്ങളാ വന്നത്. ഭാരതത്തിന്റെ പോപ്പുലേഷൻ 130 കോടി. 130 കോടിയുടെ 10%, 13 കോടി. 10% ഭാരതീയർ വന്നതാണ് പ്രയാഗയില് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തില്. അതൊരു ഇന്റർനാഷണൽ പിൽഗ്രിമേജ് ആക്കി മാറ്റി. ഇത്ര ഗംഭീരാണ്. അതാണ് ക്ഷേത്രം. സാധാരണക്കാരായ വ്യക്തിക്ക് നേരെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങോ ഞങ്ങളെ നാവികന്നീ ഭവാബ്ദിക്കോ രാവിവന്തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. എന്ത് ഗംഭീര! 104 വർഷങ്ങൾക്ക് മുമ്പ് നാരായണ ഗുരുദേവൻ എഴുതിയ ആ ഉജ്ജ്വലമായിട്ടുള്ള ആ പ്രാർത്ഥന, വൈദിക പ്രാർത്ഥന, അതാണ് ക്ഷേത്രത്തിൽ സാധാരണക്കാർക്കായിട്ടുള്ളത്. അത് സാധാരണക്കാരുടെ ലെവൽ ഓഫ് സ്പിരിച്വാലിറ്റി. അവിടെ ധ്യാനിക്കാം, പാട്ടുപാടാം, ഡാൻസ് കളിക്കാം,
ഭജന ചൊല്ലാം, 5 സെക്കൻഡ് കൊണ്ട് തൊഴുതിട്ട് വരാം. അത് സാധാരണക്കാർക്ക്. അതിൻ്റെ മുകളിലേക്ക് കയറിയാൽ അവതാരത്തിൻ്റെ ലെവല്. എന്താ അവതാരം? ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡോക്ടർ CV രാമൻ ശാസ്ത്രമണ്ഡലത്തിലെ അവതാരാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ശാസ്ത്രമണ്ഡലത്തിലെ അവതാരാണ്. അതുപോലെ MT വാസുദേവൻ നായരും ONV കുറുപ്പും അവർ സാഹിത്യമണ്ഡലത്തിലെ അവതാരങ്ങളാണ്. അതുപോലെ സ്വാമി വിവേകാനന്ദനും ശങ്കരാചാര്യരും രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരും എല്ലാം ആത്മീയ മണ്ഡലത്തിലെ അവതാരങ്ങളാണ്. അപ്പൊ ആത്മീയ മണ്ഡലത്തില് സാധാരണക്കാരായ വ്യക്തികളെക്കാൾ ഉയർന്നു നിൽക്കുന്ന വ്യക്തികൾക്ക് പറയുന്ന പേരാണ് അവതാരം. താഴത്തേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപം. താഴത്തേക്ക്, താരം ജ്യോതിസ്വരൂപം, അവതാരം താഴത്തേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപം. നിങ്ങളിൽ പലരും അവതാരങ്ങളാണ്. അതിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചിലര് 10 മാർക്ക് കിട്ടിയ അവതാരങ്ങള്, ചിലര് 15 മാർക്ക് കിട്ടിയ അവതാരങ്ങള്. ശ്രീകൃഷ്ണനും ശ്രീരാമനും 99.9% കിട്ടിയ അവതാരങ്ങള്. ഇപ്പൊ വിവേകാനന്ദനും ശങ്കരാചാര്യരും ഒക്കെ 90, 95, 98 നിൽക്കുന്നവരാ. നിങ്ങളും അതേപോലെയുള്ള അവതാരങ്ങളാ, നമ്മളും അവതാരങ്ങളാ. സായിബാബയുടെ അടുത്ത് പലരും ചോദിച്ചു അത്രേ, അങ്ങ് ദൈവമാണോ എന്ന്. തിരിച്ചൊരു ചോദ്യം, നീ ദൈവമല്ലേ എന്നാ ചോദിച്ചത്. അപ്പോ 1 മിനിറ്റ് നിന്നപ്പോൾ സായിബാബ പറഞ്ഞു, എന്നിലുള്ളത് ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിന്നിലുള്ളത് ഈശ്വരൻ്റെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണെന്ന് നീ തിരിച്ചറിയുന്നില്ല. അത് നിന്റെ ഇഗ്നോറൻസ്. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും ഗോപാലകൃഷ്ണന് തൊഴുകയോടുകൂടി അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ഫുൾ ആക്കുക. നിങ്ങളുടെ ജീവിതം യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ഫുൾ ആക്കുക. ഇനിയുള്ള കാലം അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നതിന് പകരം വ്യക്തിധർമ്മം അനുഷ്ഠിക്കുക. എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കുക. വ്യക്തി കുടുംബധർമ്മം അനുഷ്ഠിക്കുക. കുടുംബധർമ്മം, കുടുംബത്തിന് വേണ്ടി ജീവിക്കുക. വ്യക്തി സമൂഹധർമ്മം അനുഷ്ഠിക്കുക. വേദനിക്കുന്നവര്, വിശക്കുന്നവര്, അനാഥര്, വൃദ്ധര്, രോഗികള്, നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവസേവ. ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നു. ഇനിയുള്ള കാലം ആരനുകൂലിക്കുന്നു, ആരെതിർക്കുന്നു, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ എങ്ങനെയാ ജീവിക്കേണ്ടത്? 6-ാം തമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാൽ മഞ്ജു വാര്യരോട് പറയുന്നുണ്ട്, ചുമ്മാ ജീവിക്കാം. വലിയ വ്യക്തിയാണെന്നൊന്നും പറഞ്ഞ് ജീവിക്കേണ്ട. ചിലര് നല്ലത് പറയും, ചിലർ ചീത്ത പറയും, ചിലർ അനുമോദിക്കും, ചിലർ അവഹേളിക്കും, ചിലർ പച്ച തെറി വരെ പറയും. ഇപ്പൊ കേരളീയർക്ക് തെറി പറയാൻ ഒരു വിഷമവും ഇല്ല. കിലോ കണക്കിന് തെറി പറയുന്നവർ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം. അപ്പൊ ധൈര്യമായിട്ട് അങ്ങ് ചെയ്തുകൊണ്ട് പോവുക. ന അഭിനന്ദതി ന ദ്വേഷ്ടി. നമ്മൾ അഭിനന്ദനവും കാത്തു നിൽക്കുന്നില്ല, അവഹേളനവും കാത്തു നിൽക്കുന്നില്ല. നിർമ്മമോ നിരഹങ്കാര. ഞാനെന്ന ഭാവവുമില്ല, എൻ്റേതെന്ന തോന്നലുമില്ല. അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ അവതാരങ്ങളാവുക. അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളും അവതാരങ്ങളാവുക. കഴിയുന്നത്രയും യോഗ്യതയുള്ളവരുടെ കാല് മാത്രം തൊടുക. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു 30 പേര് എൻ്റെ കാല് തൊട്ടു. തട്ടുകടയിൽ നിന്ന് ചായയും കുടിച്ചുകൊണ്ട് പോണ ആളാ ഞാൻ. എൻ്റെ കാല് തൊട്ടുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? വല്ല പ്രയോജനമുണ്ട്? 10-13 കൊല്ലം ഹോട്ടൽ സപ്ലയർ ആയിട്ട് MG റോഡിലെ ദ്വാരക ഹോട്ടലിൽ ജീവിച്ച എൻ്റെ കാല് തൊട്ടുകൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനം തോന്നുന്നുണ്ടോ? അമ്മയുടെ കാല്, അച്ഛൻ്റെ കാല് നല്ല യോഗ്യതയുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന സന്യാസിയുടെ എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമതിഗച്ഛതി. സന്യാസിയുടെ വേഷം കെട്ടി എന്നുള്ളത് കൊണ്ട് സന്യാസി ആവില്ല. ഗോപാലകൃഷ്ണനോട് ദേഷ്യം തോന്നരുത്. കയ്യുകൂപ്പി പറയുന്നു, ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമതിഗച്ഛതി. BC 3140
5160 വർഷങ്ങൾക്ക് മുമ്പ് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞ വരിയാണ് ഇപ്പൊ ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഉയരണം, വളരണം. അങ്ങനെ നല്ല രീതിയിൽ ഒരു അവതാരമാവുക. ഒരഭ്യർത്ഥന കൂടി തൊഴുകയ്യോടെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് എന്തെങ്കിലും, ഒന്നില്ലെങ്കിൽ നാരായണീയം പഠിപ്പിക്കുക, അതാണ് എൻ്റെ ദൗത്യം. അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ 3-ാം അധ്യായം പഠിപ്പിക്കുക. അല്ലെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ 2-ാം അധ്യായം പഠിപ്പിക്കുക. അത്രയൊന്നും എനിക്ക് പറ്റില്ല സാറേ, അപ്പോൾ 12-ാം അധ്യായം പഠിപ്പിക്കുക. ഏതാണോ പറ്റുന്നത് ഭാഗവതം വായിക്കാൻ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു അനാഥാലയം ഏറ്റെടുക്കുക, ഒരു വൃദ്ധസദനം ഏറ്റെടുക്കുക, ഒരമ്പലം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയിട്ട് വർക്ക് ചെയ്യുക. സാധിക്കുന്നിടത്തോളം ചെയ്യണം. ഇനി നിങ്ങൾ എത്ര കാലം ഉണ്ടെന്ന് ഉറപ്പൊന്നുമില്ല. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചു. അതേപോലെ ഞാൻ പറയുന്നു, മക്കളെ പരിധിക്കപ്പുറം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കല്ലേ. മക്കളെ പരിധിക്കപ്പുറം അവർക്കായാൽ അവരുടെ ജീവിതമായി, അവരുടെ ഭാര്യ ഭർത്താവ് മക്കളായിട്ട് അങ്ങ് ജീവിച്ചോട്ടെ. അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറയാം, ചിന്മയ മിഷനിൽ സാധിക്കുമെങ്കിൽ ചിന്മയ മിഷനിൽ വർക്ക് ചെയ്യുക. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് അവിടത്തെ വർക്ക് ചെയ്യുക. അമൃതാനന്ദമയുടെ അവിടെ പറ്റുമെങ്കിൽ അവിടെ, സായിബാബയുടെ അവിടെ പറ്റുമെങ്കിൽ അവിടെ, ശ്രീ രവിശങ്കറിൻ്റെ അവിടെ പറ്റുമെങ്കിൽ അവിടെ, ജഗ്ഗി വാസുദേവൻ സാർ അവിടെ പറ്റുമെങ്കിൽ അവിടെ, എവിടെ പറ്റുമോ അവിടെ വർക്ക് ചെയ്യുക. ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ അച്ഛൻ അമ്മ എന്ന് പറയുന്ന ഭാര്യ ഭർത്താവ് ജീവിക്കുക. മക്കളുടെ തണലിൽ കഴിയുന്നതും അവർക്ക് ബുദ്ധിമുട്ടാകത്തക്ക വിധത്തിൽ ജീവിക്കരുത്. മാതാമൃതാനന്ദമയുടെ അവിടെ വർക്ക് ചെയ്യുക. മാസത്തിൽ 2 ദിവസം മക്കളുടെ അടുത്തേക്ക് പോവുക, പിന്നെ തിരിച്ചു വന്നേക്കുക. അവർ കടക്ക് പുറത്ത് എന്ന് പറയുന്നവരെ അവിടെ തുടരാതിരിക്കുക. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് അവർക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. ഈ ജന്മം അത് നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുക. അല്ലേ, കാവ്യ പുസ്തകമല്ലോ ജീവിതം, അനഘ ഗ്രന്ഥം ഇതാരോ തന്നു, മർത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു, ജീവന്റെ വിളക്കും കൊളുത്തിവെച്ചു, ആവോളം വായിച്ചു മതിമറക്കാൻ ആസ്വദിച്ചിടണം ഓരോ വരിയും, ആനന്ദ സന്ദേശ രസമധുരം. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. എൻ്റെ മുമ്പിലുള്ള നിങ്ങളൊക്കെ ചത്തുപോകും എന്നുള്ള ഉറപ്പാണ്. എല്ലാവരും ചത്തുവും. അന്നദാനത്തിന് കഴിച്ചാലും വിരോധമില്ല, ക്യൂ നിന്നാലും നിങ്ങൾ ചത്തുവും. അപ്പോൾ ആ മരിച്ചു പോകുന്നതിന് മുമ്പ് ചത്തുപോയി എന്ന വാക്ക് മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കാൻ പാകത്തിന് ജീവിക്കുക. അതുകൊണ്ട് അവതാരങ്ങളായിട്ട് വരിക. ഒരു ഉത്തരവാദിത്വം, ധന്യമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് തരികയോ ഭൂമാനന്ദ സ്വാമി നിങ്ങൾക്ക് തരികയോ ഇവിടുത്തെ സന്യാസിമാർ തരികയോ ചെയ്യണമെന്നില്ല. തന്നാലും കുഴപ്പമില്ല. ധന്യമായിട്ട് പ്രവർത്തിക്കുക. ആരുടെ അടുത്തു നിന്നും അവാർഡും ബൊക്കയും പൊന്നാടയും പ്രതീക്ഷിക്കാതെ അങ്ങനെ അവതാരമായിട്ട് ജീവിക്കുക. അപ്പം ക്ഷേത്രത്തിൻ്റെ ലെവല് 2, അവതാരത്തിൻ്റെ ലെവല് 3, പഠിക്കലാണ്, അറിയലാണ്. ഇതിനകത്ത് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികളുള്ളത്. ഈശാവാസ്യോപനിഷത്തിന്റെ 6-ാമത്തെ വരിയുണ്ട്. തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ തതു സർവസ്യാസ്യ ബാഹ്യതഃ. എൻ്റെ അകത്തും എൻ്റെ പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമുണ്ട്. എന്താ ചൈതന്യം? സൃഷ്ടിയുടെ ചൈതന്യം, സ്ഥിതിയുടെ ചൈതന്യം, സംഹാരത്തിൻ്റെ ചൈതന്യം. സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ ഇതിനകത്തുണ്ടെന്ന്, ഇതിൻ്റെ പുറത്തുമുണ്ടെന്ന് തിരിച്ചറിയുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിച്ചാൽ പിന്നെ നമ്മൾ വളരെ ശാന്തരാവും. ഒരു മന്ത്രിയും തന്ത്രിയുടെ ഡ്രസ്സ് നോക്കിക്കൊണ്ട് പോവില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മളെ തിരിച്ചറിയാം. കോഹം അഹം കഹ സോഹം, ഞാൻ അവനാകുന്നു. ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് 278-ാം ദിവസം പുറത്തേക്ക് വന്നപ്പോൾ 2.5 കിലോ 3 കിലോ 3.25 കിലോ ആണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ 3 കിലോ. ഇപ്പം എത്ര കിലോ ഉണ്ട്? അന്വേഷിക്കാതിരിക്കുകയാണ് നല്ലത്.
എന്നാലും ബൈ ചാൻസ് 65 എന്ന് വിചാരിക്കുക. എങ്ങനെ ഈ 3 കിലോ 65 ആയത്? അകത്ത് നടന്ന സൃഷ്ടി, ആ സൃഷ്ടിച്ചത് നിലനിന്നത് കുറെ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. അപ്പൊ ഇതിനകത്ത് തന്നെയാ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിയ്ക്കുന്നത്. എൻ്റെ ശരീരത്തിനകത്ത് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നു, പുതിയ പുതിയ ടിഷ്യൂ ഉണ്ടാകുന്നു, പുതിയ പുതിയ ഓർഗൻ ഉണ്ടാകുന്നു. അത് കുറേ കാലം പ്രവർത്തിക്കുന്നു. ലാസ്റ്റ് ആകാറാകുമ്പോൾ അതിലെ ഓരോന്നും പതുക്കെ 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 പ്രവർത്തി നിന്ന് അവസാനം ശരീരത്തിനകത്തുള്ള സത്ത് പോകും. സത്ത് പോകുന്നതിന് മലയാളത്തിൽ എന്താ പറയുക? ചത്തുപോകും. മനസ്സിലായല്ലോ? ആ സത്ത് പോയാൽ പിന്നെ ശിവം എന്ന ബോഡി ശവം എന്ന ബോഡിയായി മാറും. അപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നിങ്ങളാരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നിങ്ങളാരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മാല മേടിച്ചിട്ടാലും നിങ്ങളെല്ലാം തിരിച്ചു പോകേണ്ടവരാണ്. അതാണ് അതിൻ്റെ സത്യം. എത്ര PhD ഉണ്ടെങ്കിലും MA ഉണ്ടെങ്കിലും എത്ര വലിയവനാണെങ്കിലും ഈ ശ്മശാനത്തിലെ ചിതയിൽ വെച്ച് മൂത്ത മകൻ അല്ലെങ്കിൽ ബന്ധു ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് വായുരനിലം അമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മരകൃതോ സ്മരകൃതം സ്മര കൃതോ സ്മര എന്ന് പറഞ്ഞ് മക്കളെല്ലാം കൂടി കൈകൂപ്പിയിട്ട് അഗ്നേ നയ സുപദാരായ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയുധ്യസ്മജുഹുരാണവേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. നല്ല മന്ത്ര. ശ്മശാനത്തിൽ ചൊല്ലാൻ പെർമിഷനുള്ള 2 മന്ത്രമാണ് ഇപ്പം ഞാൻ ചൊല്ലിയത്. ബാക്കി ഒരു വേദമന്ത്രവും ചൊല്ലാൻ പാടില്ല ശ്മശാനത്തിൽ. അങ്ങനെ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് തിരിച്ചറിയുക, ഇതിനകത്ത് തന്നെ ഉള്ള സൃഷ്ടിയുടെ പരമവൈഭവം, സ്ഥിതിയുടെ പരമവൈഭവം, അത് തന്നെ അസംഹാരത്തിൻ്റെ വൈഭവം. അത് തിരിച്ചറിഞ്ഞാൽ ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിശ്ചൈവ ശുഭാഗേച പണ്ഡിത സമദർശിന. നല്ലൊരു വരിയ, അസലായിട്ടുള്ളൊരു വരിയ. ആ വിദ്യ വിനയ സമ്പന്നമായിട്ടുള്ള വ്യക്തിക്ക് മുമ്പിൽ ആന വരികയാണെങ്കിലും പശു വരികയാണെങ്കിലും പട്ടി വരികയാണെങ്കിലും എലി വരികയാണെങ്കിലും ഇതിനെ ചുട്ടു തിന്നുന്നവൻ വരികയാണെങ്കിലും ഒരേപോലെയാണ്. അതുപോലെ ശരിക്ക് ദുഃഖേഷു അനുദ്വിഗ്ന മന, ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം തളരില്ല. സുഖേഷു വിഗതസ്പൃഹ, സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവില്ല. രാഗം ഭയം ക്രോധം വീത സ്ഥിതധീർ മുനിരുച്യതേ, ആരോടും പരിധിക്കപ്പുറം ബന്ധനം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, വാശി ഉണ്ടാവില്ല. 5 കാര്യം ഒറ്റ വരിയിൽ ശ്രീകൃഷ്ണൻ തകർത്ത് പറഞ്ഞതാ. സ്ഥിതധീർ മുനിരുച്യതേ, സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കാം, നല്ല സ്റ്റെബിലൈസ്ഡ് ആയിരിക്കാം. പറ്റിയെന്ന് വരില്ല. ശ്രമിക്കുക, സാധിക്കും നിങ്ങൾക്ക്. എത്ര പറ്റുമോ അത്രയും. ചുമ്മാ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോവുക, ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അവതാരം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ശ്രീകൃഷ്ണന്റെ അവതാര മാഹാത്മ്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ചിരിക്കുകയും കരയുകയും ചെയ്യാത്തവർ 3 പേരാ. സ്റ്റെബിലൈസ്ഡ്. ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ വേദവ്യാസൻ ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. ഡോക്ടർ മൻമോഹൻ സിംഗും ചിരിച്ചിട്ടുമില്ല കരഞ്ഞിട്ടുമില്ല. അങ്ങനെ 3 പേരാണ്. അപ്പോൾ അതുകൊണ്ട് 3ാമത്തെ ആൾ അവതാരമാണെന്ന് അർത്ഥമൊന്നുമില്ല. ഏതായാലും അവതാരത്തിൻ്റെ ലെവലിലേക്ക് നിങ്ങൾ ബീയിങ് ഡിഫറൻറ്റ്, യു ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകണം, നിർബന്ധം. അതല്ലെങ്കിൽ പിന്നെ ഈ ഭാഗവതം കേട്ടിട്ട് എന്ത് പ്രയോജനം? ഈ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് കർമ്മം ചെയ്തിട്ട് എന്ത് പ്രയോജനം? ചുമ്മാ ഞാൻ ചോദിക്കാൻ, ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ക്ഷേത്രത്തിന്റെ ലെവല്, സ്വയം വ്യക്തി ഉയരുന്ന അവതാരത്തിന്റെ ലെവല്, അതിൻ്റെ മുകളില് സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികളും ഇതിനകത്തുണ്ടെന്നറിയാം. ഇച്ഛാശക്തി മഹാലക്ഷ്മി മനസ്സിലും, ജ്ഞാനശക്തി സരസ്വതി തലച്ചോറിലും, ക്രിയാശക്തി പാർവതി ശരീരാവയവങ്ങളിലും ഉണ്ടെന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞാൽ മതി
ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്. ഇറ്റ്സ് ദ ബിഗിനിങ് ഓഫ് ദി എൻഡ്. മനസ്സിനകത്ത് ഇച്ഛാശക്തി ഉണ്ടാവുക. ഗോപാലേഷ, എനിക്ക് വയ്യ ഗോപാലേഷ, 68 വയസ്സായി ഗോപാലേഷ. 68 ആയുള്ളൂ. ഭൂമാനന്ദ സ്വാമിക്ക് 90 വയസ്സായിട്ട് 30 കൊല്ലായി. ആലോചിച്ച് നോക്കാം. ഇവരൊക്കെ ഇപ്പോഴും എന്ത് ആക്റ്റീവാന്ന് നോക്കാം. സ്വാമി എന്നോട് പോകുമ്പോൾ ചിലപ്പോൾ ചീത്ത പറയോട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ പ്രായമൊന്നും ഒരു പരിധിയേ അല്ല. ഞാൻ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട്, ഇത് ഈ ടി വിയിലേക്ക് നേരിട്ട് പോകുന്നതുകൊണ്ട് പറയാനൊരു പേടി. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് പ്രായമായി എന്ന് തോന്നുകയാണെങ്കിൽ എളുപ്പത്തിലൊരു വഴിയുണ്ട്. എന്താ? കൈയില്ലാത്തൊരു കസേര എടുക്കുക. ഈ കസേര ശരിയാവില്ല. എന്നിട്ട് ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വയ്ക്കുക. കണ്ണ് അടച്ച നേരെ നോക്കി 15 പ്രാവശ്യം ദീർഘശ്വാസം എടുത്ത് KR ഗൗരിയമ്മയെ ധ്യാനിക്കുക. അവർക്ക് 102 വയസ്സായിട്ട് 25 കൊല്ലായി. ഇപ്പോഴും അവർ നടക്കണില്ല. ഒരു പ്രോബ്ലം. നിങ്ങൾക്ക് 68 ആയിട്ടാണ്. ഈ ഇച്ഛാശക്തി മനസ്സിൽ വേണം. ഐ വിൽ ഡു, നോട്ട് ദാറ്റ് ഐ വിൽ ട്രൈ ടു ഡു. ഐ വിൽ ട്രൈ ടു ഡു അല്ല, ഐ വിൽ ഡു ഇറ്റ്. അല്ലെങ്കിൽ 10 മാസം കൊണ്ട് ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ തോന്നണുണ്ടോ? 10 മാസം കൊണ്ട് അമ്മയുടെ ഗർഭത്തിൽ കുട്ടി ജനിച്ച് പുറത്തേക്ക് വരുന്നതിനിടയ്ക്ക് 2 നില കെട്ടിടം, 10 കോടി രൂപ. ഇതാണ് ഇച്ഛാശക്തി. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പറ്റിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റിക്കാം. അത് നമുക്കറിയാം. അതല്ല, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ ഇഷ്ടപ്പെടുക. പറ്റുന്ന വർക്ക് കിട്ടിയില്ലെങ്കിൽ ചെയ്യുന്ന വർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക. അതാണ് ഇച്ഛാശക്തി മനസ്സിലുണ്ടാവണം. ജയിച്ച് കീഴടക്കുവാൻ ദൃഢപ്രതിജ്ഞ പൂണ്ടവർ, അതാണ് വേണ്ടത്. ആ ഇച്ഛാശക്തി മനസ്സിൽ, ജ്ഞാനശക്തി തലച്ചോറിൽ, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അറിവുണ്ടാകണം. ഒരു മിനിറ്റ് പോലും തളരരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, 18 മണിക്കൂർ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. 18 മണിക്കൂർ വർക്ക് ചെയ്യാം. ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് പകർത്താൻ ബുദ്ധിമുട്ടുള്ളത് ഞാൻ പറയില്ല. 18 മണിക്കൂർ വർക്ക് ചെയ്യാം. ഇപ്പം പറ്റണം എന്താ അറിയാമോ? പകല് വിശ്രമിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ രാത്രി ഉറങ്ങുക, രാത്രി ഉറങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാൻ പകല് വിശ്രമിക്കുക, വളരെ വൈകി എഴുന്നേറ്റതിൻ്റെ ക്ഷീണം തീർക്കാൻ നേരത്തെ ഉറങ്ങാൻ പോവുക. അർത്ഥം മനസ്സിലായാൽ നന്നായി. സ്പീഡിൽ പറഞ്ഞത് മനസ്സിലാകാതിരിക്കാനാ. അപ്പോൾ ഓർമ്മിക്കുക, ആ 3ാമത്തെ ലെവല് സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ്. ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഇവിടെ പൂജ നടത്തുന്ന സ്വാമിയോട് ചോദിക്കുക, പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ? ആദ്യം ആത്മപൂജയാ. കയ്യിൽ ചന്ദനമെടുത്ത് നെറ്റിയിലും കഴുത്തിലും തൊട്ടതിന് ശേഷം കൈ കഴുകി 5 പൂവെടുത്ത് തലയിലായിട്ട് അവനവൻ്റെ തലയിൽ മൂലമന്ത്രം ചൊല്ലിയിട്ട് അവനവൻ്റെ തലയിൽ ആത്മപൂജ. അവനവനെ പൂജിച്ചിട്ടാ പിന്നെ ഈശ്വരനെ പൂജിക്കുക. നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ തൊഴുന്നില്ലേ? എന്തിനാ തൊഴുന്നത്? നിന്നെ അല്ല, നിന്നിലുള്ള ആത്മചൈതന്യത്തെയാ തൊഴുന്നത്. എൻ്റെ കാലിൽ തൊടുന്നു. നമ്മൾ കാലിൽ തൊടുമ്പോൾ അയാൾ തലയിൽ തൊടണം. അങ്ങയുടെ ആധാരത്തിൽ ഞാൻ സ്പർശിക്കുന്നു. അപ്പം അദ്ദേഹം പറയുന്നു, നിന്നെ നയിക്കുന്നതിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. തലയിൽ അനുഗ്രഹിക്കാൻ കാരണം, യു ആർ ബീയിങ് ഗൈഡഡ്, മോട്ടിവേറ്റഡ്, അപ്രീഷിയേറ്റഡ്, ഡയറക്റ്റഡ്, കൺസോൾഡ് ബൈ യുവർ ബ്രെയിൻ. ആ ബ്രെയിനെയാണ് ഞാൻ അനുഗ്രഹിക്കുക. എവറി ബ്ലസ്സിങ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. എവറി ബ്ലസ്സിങ് ചേഞ്ചസ് ദി ബ്രെയിൻ കെമിസ്ട്രി. ബാലേഷൻ സാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കല്ലേ. യോഗ്യതയുള്ളവരെ നമസ്കരിക്കാം. 3ാമത്തെ ലെവല് അത് മെൻ്റലാണ്. ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞതെന്ന് അത്ര എളുപ്പമല്ല. അതിങ്ങനെ ചിന്തിച്ച് അങ്ങോട്ട് പോവുക. ഇതിനകത്ത് സൃഷ്ടി നടക്കുന്നത് എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. അത് കാരണം ഇതിനകത്ത് നടക്കുന്ന ഓരോന്നും 68 പ്രാവശ്യം ഹാർട്ട് ഇടിക്കുന്നു. ഒരു മിനിറ്റിൽ 60,000 കിലോമീറ്റർ നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ അറിയാതെ ദഹിക്കുന്നു. ഈ ലിവർ പ്രവർത്തിക്കുന്നു, ഹാർട്ട് പ്രവർത്തിക്കുന്നു, ലങ്സ് പ്രവർത്തിക്കുന്നു, കണ്ണ് പ്രവർത്തിക്കുന്നു. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ 14 മിനിറ്റ് നിങ്ങളുടെ വലത്തെ കണ്ണ് പ്രവർത്തിക്കുന്നു. പിന്നെ ഇത് റെസ്റ്റ് എടുത്ത് പിന്നെ 14 മിനിറ്റാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ചെവി, നിങ്ങളുടെ മൂക്ക്, നിങ്ങളുടെ എപ്പിഗ്ലോട്ടിസ്, ഇതെല്ലാം പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ശരിക്ക് യോഗ കർമ്മസു കൗശലം പെർഫെക്റ്റ് ആയിട്ട് ഇത് അകത്തിരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ കസേരയിൽ ഞാനിരുന്ന് ഇങ്ങനെ അടിച്ചു വിട്ട് സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ എൻ്റെ കാര്യം കൃഷ്ണ രാമ ഗോവിന്ദ. അർത്ഥം മനസ്സിലായാൽ നന്നായി, ഇല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി. ഇപ്പോൾ ഓർമ്മിക്കുക,
ആ മൂന്നാമത്തെ ലെവൽ എത്തുമ്പോഴാ ശരിക്കും ആത്മീയതയുടെ പരമകാഷ്ഠ ആരംഭിക്കുന്നത്. മൂന്നാമത്തെ ലെവലിലെത്തുമ്പോൾ ഇതിനകത്ത് തന്നെയാണ് ബ്രഹ്മചൈതന്യം, ഇതിനകത്ത് തന്നെയാണ് വിഷ്ണു ചൈതന്യം, ഇതിനകത്ത് തന്നെയാണ് ശിവചൈതന്യം. പണ്ടത്തെ കാലത്ത് നല്ല നമ്പൂതിരിമാര് ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുറുക്കുളുത്താന്നൊരു പരിപാടിയുണ്ട്. ഓം ഭൂർഭുവസ്വഃ ഋതന്ധ്വാ സത്യേന പരിഷിഞ്ജയാമി ഭൂർഭുവസ്വരോം അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വഷട്കാര ത്വം വിഷ്ണു പുരുഷപ്പര. ഇതിനകത്തുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് ഈശ്വര ചൈതന്യം ഉള്ളത് കൊണ്ടാണ് ഇറച്ചി തിന്നരുത് എന്ന് പറയുന്നത്, വെള്ളം അടിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ ആരോടാ പറയുക? 28 കള്ള് ഷോപ്പിനെ 628 ആക്കിയവരോട് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഹിന്ദുവിൻ്റെ വിശേഷ ദിവസം അല്ല ജനുവരി 1-ാം തീയതി, ക്രിസ്ത്യാനിയുടെ വിശേഷ ദിവസം അല്ല ജനുവരി 1-ാം തീയതി, മുസ്ലിമിൻ്റെ വിശേഷ ദിവസം അല്ല ജനുവരി 1-ാം തീയതി, ബുദ്ധൻ്റെ അല്ല, ജൈനൻ്റെ അല്ല, സിഖിൻ്റെ അല്ല. പിന്നെ എന്തിനാ ഈ 856 കോടി രൂപയുടെ ലിക്കർ അടിക്കുന്നേ? ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ഡേയുടെ പേരിൽ മലയാളത്തിലെ 2ാമത്തെ അക്ഷരം. എന്തിനാ ന്യൂ ഇയർ ഡേക്ക് 856 കോടി രൂപയുടെ മദ്യം അടിക്കുന്നത്? മലയാളത്തിലെ 2ാമത്തെ അക്ഷരം. മനസ്സിലായല്ലോ? എന്തിനാ? ഒരു പിടുത്തവും ഇല്ല, അങ്ങ് ചുമ്മാ അടിച്ചുവിടുക. ഈ ശരീരം ഈശ്വര ചൈതന്യത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. യത് ചക്ഷുഷാ ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി, യത് ശ്രോത്രേണ ന ശൃണോതി ഏന ശ്രോത്രമിതം ശ്രുതം, യത് മനസാ ന മനുദേ ഏനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നയിതമതിതമുപാസതേ. ഈ ചെവിയെ പ്രവർത്തിപ്പിക്കുന്ന, കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്ന, നാക്കിനെ പ്രവർത്തിപ്പിക്കുന്ന, മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഈ ചൈതന്യത്തെയാണ്, അതിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല ഈശ്വര ചൈതന്യത്തെ. അതാണ് ഇതിനകത്തുള്ളത്. അതിനെയാണ് ആരാധിക്കുക, അതിനെയാണ് മനസ്സിലാക്കുക. നമ്മളൊരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വിഗ്രഹത്തിലൂടെ വിഗ്രഹത്തിന് അതീതമായിട്ടൊരു ശക്തിയെ കാണാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 5 സെക്കൻഡ് കണ്ണ് തുറന്ന് 15 സെക്കൻഡ് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ കാരണം 5 സെക്കൻഡ് ബിംബത്തെ നോക്കി ബിംബം അകത്തേക്ക് ഇമാജിനേഷൻ എടുക്കുക, ഇമേജ് അകത്തേക്ക് എടുത്ത് 15 സെക്കൻഡ് ഇമാജിനേഷൻ. തൊഴുമ്പോൾ പെരുവിരൽ ഹാർട്ടിൽ തൊടണം. ഭഗവത്ഗീതയിൽ ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഈ ഹൃദയത്തിലായിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ലെവല്, അവതാരത്തിൻ്റെ ലെവല്, ത്രിമൂർത്തി ത്രിശക്തി സങ്കല്പത്തിൻ്റെ ലെവലിൽ ഇച്ഛാശക്തി മനസ്സിലുണ്ടാവണം, ജ്ഞാനശക്തി തലച്ചോറിലുണ്ടാവണം, ക്രിയാശക്തി ശരീരാവയവങ്ങളിൽ ഉണ്ടാകണം. 3ാമത്തെ ലെവല്. 4ാമത്തെ ലെവല് അത്ര ബുദ്ധിമുട്ടില്ല. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം അല്ലെങ്കിൽ വിശ്വാകാരം, 2 ശരിയാ. ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം. അടുത്ത വാക്കെന്താ? യോഗി ഹൃദ്യാനുഗമ്യം. യോഗിയുടെ ലെവലിലെത്തിയവരുടെ മനസ്സിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. പിന്നെയും ഉണ്ട് സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാര വക്ഷസ്ഥല ശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ആ ഭീഷ്മര ശരശയ്യയിൽ കിടന്നുകൊണ്ട് മനോപുഷ്പം കൊണ്ട് പറഞ്ഞ ആദ്യത്തെ വാക്ക് വിശ്വം വിഷ്ണുവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭോ ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. വിശ്വം, ഈ പ്രപഞ്ചത്തിൻ്റെ ആകൃതിയിലുള്ള ഈശ്വരൻ. നാന്തം ന മധ്യം ന പുനസ്തവാദിം. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നല്ല ഒരു മന്ത്രം. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പിടിച്ചു കുലുക്കിയത്. 1932 കോസ്മിക് റിലീജിയൻ എന്ന മതം ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ചത് ഹിന്ദു ധർമ്മത്തിലെ 4ാമത്തെ ലെവലിലുള്ള ഈശ്വര സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ ഈശ്വരനായിട്ട് കാണുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അമ്പലം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സികൾ. അതിലെ ഒരു ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സി. അതിലെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് സോളാർ സിസ്റ്റത്തിലെ
ഒരു സോളാർ സിസ്റ്റത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആ സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹമാണ് ഭൂമി. ആ ഭൂമിയിലെ 7 കോണ്ടിനെന്റിലെ ഒരു കോണ്ടിനെന്റാണ് ഏഷ്യ ഭൂഖണ്ഡം. ആ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു പർവ്വതം, ആ പർവ്വതത്തിൽ നിന്നൊരു കരിങ്കല്ല് മാർബിൾ എടുത്ത് അത് ചീവിയിട്ടാണ് ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠിച്ച വിശേഷേണ യത് ഗ്രാഹയിതും ശക്യം തദ് വിഗ്രഹ, ആ വിഗ്രഹം പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ്. പ്രപഞ്ചത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ് വിഗ്രഹം. കൈലാസത്തിൻ്റെ അവിടെ 52 കിലോമീറ്ററാണ് ചുറ്റളവ്. 52 കിലോമീറ്റർ ചുറ്റളവുള്ള കൈലാസത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ് ശിവലിംഗം. എന്തേ കൈലാസത്തിനെ എടുത്തു? കൈലാസത്തിൽ നിന്ന് പടിഞ്ഞാട്ട് ഇറാഖ് വരെ, കൈലാസത്തിൽ നിന്ന് വടക്കോട്ട് മംഗോളിയ വരെ, കൈലാസത്തിൽ നിന്ന് കിഴക്കോട്ട് സിംഗപ്പൂർ വരെ, കൈലാസത്തിൽ നിന്ന് തെക്കോട്ട് മൊറീഷ്യസ് വരെയുള്ള കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് കൈലാസമാണ്. അതാണ് ഡിസ്കവറി ചാനൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ കൈലാസത്തിൻ്റെ മിനിയേച്ചർ ഫോമാണ് വിഗ്രഹം. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ എല്ലാത്തിനെയും നമ്മൾ ആരാധിക്കുന്നു. സൂര്യനെ നമ്മൾ ആരാധിക്കുന്നു. രാവിലെ കിഴക്കോട്ട് നോക്കിയിട്ട് ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേശയൻ അമൃതം മർത്യഞ്ജഹിരണ്യേന സവിതാരഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ ആദിത്യായ നമഃ. എന്ത് ഭംഗിയായിട്ടാ സൂര്യനെ നമ്മൾ ശരിക്ക് ആരാധിച്ചത്. ചന്ദ്രനെ ആപ്യായ സുസമേതു ദേവിശ്വത സോമവൃഷ്ണ്യം ഭവാവാജസ്യ സംഗതേ ചന്ദ്രായ നമഃ. വായുവിനെ നമ്മൾ ആരാധിച്ചു, കാരണം പ്രപഞ്ചത്തിൻ്റെ ഭാഗം. നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു. ഞാൻ സ്പീഡിൽ പറയാൻ കാരണം എന്താ അറിയാമോ? പതുക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും നമ്മൾ ആരാധിച്ചു. അത് ഹിന്ദുക്കൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. മറ്റേതൊക്കെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു ദൈവം, ഈ കസേരയിൽ ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് പുറകിൽ സിംഹാസനം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മാറ്റി നിർത്തിയത്. അപ്പം അങ്ങേര് പറഞ്ഞു വീഡിയോയിൽ കാണുമ്പോൾ സിംഹാസനത്തിൽ സാറ് ഇരിക്കുന്ന മാതിരി തോന്നണമെന്ന്. അതുകൊണ്ടാണ് ഇതിൻ്റെ മുമ്പിൽ എന്നെ പിടിച്ചിരുത്തിയത്. കാരണം സിംഹാസനത്തിൽ ഇരിക്കുന്നതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാ എന്താ മനസ്സിലാക്കി വരിക? ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. നല്ല വരിക. സുഹൃതം എന്ന സിനിമയിൽ മമ്മൂട്ടി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുഖം കണ്ട നിങ്ങൾ സിനിമ കാണുന്ന ലക്ഷണമേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണണം. ദേവാസുരം എന്ന സിനിമ കണ്ടതിന് ശേഷം രാവണപ്രഭു എന്ന സിനിമയും കണ്ടിട്ടേ വരാവൂ വീട്ടിലേക്ക്. അതാണ് 2.5 മണിക്കൂർ ദേവാസുരം, അരമണിക്കൂർ ചായയും വടയും തിന്നാൻ, 2.5 മണിക്കൂർ രാവണപ്രഭു. 2.5 + 2.5 + 1/2 5.5 മണിക്കൂർ കൊണ്ട് 55 വർഷത്തെ ജീവിതം നിങ്ങൾ പഠിക്കുകയാണ്. പച്ചയ്ക്ക് പഠിക്കുകയാണ് 55 വർഷത്തെ. ഒരിക്കൽ ഈ 2 സിനിമയും കൂടി ഒരുമിച്ച് കണ്ടാൽ പിന്നെ നമ്മൾ നെഗളിക്കില്ല. നെഗളിക്കുക എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് മലയാളത്തിലെ വാക്കാണ്. അതുകൊണ്ടാണ് ഈ കേരളക്കരയെ ഉണ്ടാക്കാൻ പരശുരാമൻ കോടാലി എടുത്തത്. അതുകൊണ്ട് ഓർമ്മിക്കുക. ആ 5.5 മണിക്കൂറിലെ സിനിമ 55 വർഷത്തെ പച്ചക്കുള്ള ജീവിത കാണിക്കുക. അതുകൊണ്ട് നമ്മൾ എന്നും ഓർമ്മിക്കുക, ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശരിക്ക് ബ്ലഡ് ക്യാൻസർ വന്ന അസുഖം ഭേദമാക്കുന്ന ന്യൂ ഏജ് തെറപ്പി NAT ആ മമ്മൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. MT വാസുദേവൻ നായരുടെ കഥയിൽ മമ്മൂട്ടി അതിൽ അഭിനയിക്കുന്നത് വാഷിങ്ടൺ പോസ്റ്റിലെ ജേർണലിസ്റ്റ് ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറകിലൊരു ശബ്ദമാണ്, ആസ് ഈസ് ദ മൈക്രോകോസം സോ ഈസ് ദ മാക്രോകോസം, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. എന്താ രസറിയോ? ഇതെല്ലാം ശരിക്ക് കേട്ട് കഴിഞ്ഞാൽ സാമ്പാറിന് ഉപ്പില്ലെങ്കിലും കുഴപ്പമില്ല, പുളിശ്ശേരിക്ക് തേങ്ങയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചോറ് വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ഒരു കുഴപ്പമുള്ള പ്രശ്നമല്ല ഗോപാലയ്യ. 365 ദിവസം ഉപ്പുള്ള സാമ്പാറല്ലേ തിന്നണേ, ഒരു ദിവസം ഉപ്പില്ല എന്നിട്ട് എന്താ കുഴപ്പം? അങ്ങനെ നമുക്ക് തോന്നണം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇങ്ങനെ ഒരു യാത്രയിൽ ആ
മാനവ സുഖമെന്ന മായാമൃഗത്തിനെ തേടുന്ന പാന്തൻ ഞാൻ. എവിടെ നിന്നെത്തി എന്നറിയില്ല, എവിടേക്കാണ് യാത്ര എന്നറിയില്ല. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു. ജീവിതം അത് ജീവിതം. ഇത് രസമല്ലേ? ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് കൈകെട്ടിക്കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. അതാണ് ആത്മീയത, അതാണ് ആത്മീയത. ആത്മചൈതന്യത്തെ സ്ഫുരിപ്പിക്കുന്ന, ചെവിയിലൂടെ കണ്ണിലൂടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആത്മീയതയിൽ ഈ പ്രപഞ്ചത്തെ ഒന്ന് ചിന്തിച്ചു നോക്കാം. പ്രപഞ്ചത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്ര മഹത്തായ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മിൽക്കി വേ ഗാലക്സിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പാർലിക്കാടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗവത സത്രവേദിയുടെ ഭാഗമായിട്ടുള്ള ഒരു കസേരയിൽ ഗോപാലകൃഷ്ണൻ ഇരിക്കുമ്പോൾ നമ്മൾ എത്രയുണ്ട്, എത്രയുണ്ട്? ഇൻഫിനിറ്റെസിമലി സ്മോൾ, ഇൻഫിനിറ്റെസിമലി സ്മോൾ, നെഗ്ലിജിബിളി സ്മോൾ. അവിടെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ പ്രസിഡൻ്റാണ്, ഞാൻ സാർ സെക്രട്ടറി. 47 പറ അരി വെച്ചു സാറേ ഭാഗവത സത്രത്തിന്. കേൾക്കാൻ എത്ര പേര് വന്നു? അത് കുറച്ചേ വന്നുള്ളൂ സാർ. എന്നാലും 47 പറ വെച്ചില്ലേ 12:30 1:30 ഇടയ്ക്ക്. അതല്ല, ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാൻ ഗോപാലകൃഷ്ണന് പറ്റിയിട്ടില്ല. ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുമ്പിൽ പ്രകർഷേണ യത് പഞ്ചീകൃതം തത് പ്രപഞ്ചം പൃഥിവി അപ്പ് തേജവായു ആകാശ അഹങ്കാരാദി മഹദ് അവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ഡമണ്ഡലേ. ഈ ബ്രഹ്മാണ്ഡ മണ്ഡലത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. അപ്പം ഞാൻ എത്രയുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. അതാണ് 4ാമത്തെ ലെവല്. ഭഗവത്ഗീതയുടെ 11ാം അധ്യായം മുഴുവനും അതാണ്. റോബർട്ട് ഓപ്പൺഹീമർ എന്ന് പറയുന്ന വ്യക്തി ആറ്റം ബോംബ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വലത്തോട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നത് ഞാൻ യൂട്യൂബിലൂടെ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ഇന്നലെ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. ആറ്റം ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് പറയുക, ഐ വുഡ് ലൈക്ക് ടു കോട്ട് ഫ്രം ഭഗവത്ഗീത. അയാൾ ജൂതനാണ്. ഭഗവത്ഗീത, വിഷ്ണു എമർജിങ് ഔട്ട്, വിഷ്ണു മാനിഫെസ്റ്റിംഗ് ഹിംസെൽഫ്. അയാൾ കരയുന്നുണ്ട്, കണ്ണ് തുടച്ച്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദുത്തിത യതി വാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. അർജുനൻ പറയുന്നു, സഞ്ജയൻ പറയുന്നു, കൃഷ്ണൻ തന്നെ പറയുന്നു, തിരിച്ചും മറിച്ചും പറയുന്നുണ്ട്. ഈ 10,000 ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുന്ന രീതിയിലുള്ള ഒരു പ്രപഞ്ചം, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഗാലക്സീസ്. ആ ദിവി സൂര്യസഹസ്രസ്യ യുഗപദുത്തിത ഭവേദ് യുഗപദുത്തിത യതിബാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ഈ പ്രപഞ്ചത്തിൻ്റെ മഹത്വത്തിന് തുല്യം കമ്പയർ ചെയ്യാൻ ലോകത്തിൽ ഒന്നുമില്ല. നമ്മളാണ് ഇങ്ങനെ കൈകെട്ടിയിരുന്നെന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു, യു ക്യാൻ ബിക്കം സീറോ. പീപ്പിൾ വിൽ മേക്ക് യു ഹീറോ. യു ക്യാൻ ബിക്കം സീറോ. ഡൗൺ ടു എർത്ത് വരാൻ ശ്രമിക്കുക. നല്ല രസ. ഡൗൺ ടു എർത്ത്. ബാക്കിയുള്ളവർ നിങ്ങളെ ഹീറോ ആക്കി ഉയർത്താൻ വേണ്ടി താഴുകയല്ല. ആ പ്രപഞ്ചത്തെക്കുറിച്ച് അത് ഭാരതീയർ ഈശ്വരനായിട്ട് കണ്ടു. ഭാരതീയർക്ക് മാത്രമേ അതിനെ ഈശ്വരനായി കാണാൻ സാധിച്ചുള്ളൂ. എവിടെയൊക്കെ ഉണ്ടോ നിങ്ങളൊന്ന് വേദമന്ത്രം നോക്കുക. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠദിശാങ്കുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വസ്യേശാനഃ യതന്നേനാതിരോഹതി ഏതാവാൻ അസ്യ മഹിമാ അതോജ്യായാഗംശ്ച പുരുഷഃ പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. എന്ത് രസ! അതിൻ്റെ അർത്ഥവും കൂടി മനസ്സിലാക്കണം. വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോത് മൊഴിയുമോർക്കിൽ നീ. ശരിക്കും ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം.
അതായത് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മഹിമയും മായയും എൻ്റെ ഉള്ളിലുണ്ടാവണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവിയാർഡ്. അർത്ഥം മനസ്സിലായി? ഓരോ ടി.എസ്. എലിയട്ട് ഗംഭീരമായിട്ടുള്ള ഇംഗ്ലീഷ് മഹാകവി പറഞ്ഞതാ, ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോഴും ശ്മശാനത്തിലേക്ക് പോകുന്നു. ഒരു ദിവസം നിങ്ങൾ 23,800 പ്രാവശ്യം ശ്വസിക്കുന്നു. 23,800 പ്രാവശ്യം ശ്വസിക്കുന്നു. ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോഴും നമ്മളെ അങ്ങോട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെക്കോട്ടെടുക്കുക. ഞാൻ നാളെ തെക്കോട്ട് പോവാം, സ്ഥിരമായിട്ടല്ല, തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഓർമ്മിക്കുക, ഈ എവറി ബ്രത്ത് ഈസ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്പന്ദം. അതിൻ്റെ ലാളിത്യം നോക്കാം, അത്ര ഗംഭീരാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ വന്നു, പ്രപഞ്ചത്തിലേക്ക് എൻ്റെ ചൈതന്യം പോകുന്നു. അവിടെ എത്താനായിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിലൂടെ ഇങ്ങനെ കറങ്ങി 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 ബ്രയൻ എൽ വൈസ് എന്ന കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ 3 പുസ്തകത്തിൽ എഴുതി, മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ്, മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ്, സെയിം സോൾ മെനി ബോഡീസ്. 3 പുസ്തകവും DC ബുക്സിലുണ്ട് മലയാളത്തില്. ഗംഭീര പുസ്തകം. അതൊക്കെ വായിക്കുമ്പോഴാണ് ഭഗവത്ഗീത 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീത, ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി എന്ന് തിരിച്ചറിയുന്നത്. അർത്ഥം മനസ്സിലായി? ജനിച്ചാൽ മരണമുണ്ട്, മരിച്ചാൽ പുനർജന്മമുണ്ട്. അർജുന, സർവേ വയമതപരം. എല്ലാം നമ്മൾ തന്നെയാണ്, വേറെ ആരും ഇവിടെ ഇല്ല, വേറെ ആരും ഇല്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ നചൈനം ക്ലേദയന്ത്യാപോ നച ശോഷയതി മാരുത. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ശരീരം ജീർണിക്കുമ്പോൾ ജീവാത്മാവ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. ഇതെല്ലാം സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അല്ല പഠിക്കേണ്ടത്, നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയല്ല പഠിക്കേണ്ടത്, ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാൻ വേണ്ടിയാണ് ഇത് പഠിക്കേണ്ടത്. നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. ഒരു ഈശ്വരനും നമുക്ക് സ്വർഗവും നരകവും തരുന്നില്ല. നാദത്തെ കസ്യചിത് പാപം നജൈവ സുഹൃതം വിഭുഹു. കൃഷ്ണൻ പറഞ്ഞതാ, നാദത്തെ കസ്യചിത് പാപം. ഈശ്വരൻ ഒരിക്കലും ആർക്കും പാപവും പാപിയാക്കുന്നുമില്ല. പാപം നജൈവ സുഹൃതം വിഭു. ആർക്കും പുണ്യവും നൽകുന്നില്ല, സ്വർഗവും നൽകുന്നില്ല. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്വിജേത് പ്രാപ്യ ചാപ്രിയം. ഈശ്വരനെ സ്തുതിച്ചത് കൊണ്ട്, ഈശ്വരന് സന്തോഷമായിട്ട് നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും പറയുന്നു 916, ഈശ്വരൻ നൽകുന്നു 916 എന്ന് പറഞ്ഞ് ഒരു മോതിരവും ഒരു മാലയും ഈശ്വരൻ നൽകില്ല. ഉറപ്പാ. ഗുരുവായൂരപ്പന് നിങ്ങൾ പായസം നിവേദിക്കാൻ കാരണം എന്താണ്? ഗുരുവായൂരപ്പൻ കഴിക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട്. കഴിച്ചാൽ അളവ് കുറയും, പിന്നെ നിങ്ങൾ മമ്മിയൂരി കൊടുക്കാന്ന് പറയും. അർത്ഥം മനസ്സിലായോ? അത്രയും മനസ്സിലായാൽ മതി. കുറച്ചും കൂടി ഡീപ്പ് ഉണ്ട് അവിടേക്ക് കിടക്കില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, മീനിങ് ആക്കുക. തോട്ട്സ്, എലിവേറ്റ് യുവർ തോട്ട്സ്, എലിവേറ്റ് യുവർ മൈൻഡ്, എലിവേറ്റ് യുവർ ആക്ഷൻ. മനസ്സിനെ ഉയർത്തുക, ചിന്തകളെ ഉയർത്തുക, കർമ്മത്തെ ഉയർത്തുക. ദുർമനസ്സിനെ സന്മനസ്സാക്കുക, ദുഷ്ചിന്തകളെ സച്ചിന്തകളാക്കുക, ദുഷ്കർമ്മങ്ങളെ സത്കർമ്മങ്ങളാക്കുക. അതിൻ്റെ അർത്ഥം ഭീരുവാകണമെന്നല്ല. ധാരാളം പേര് പറയാറുണ്ട്, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, എല്ലാം ശരിയാകും. 17 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി സോമനാഥ ക്ഷേത്രം അടിച്ച് തകർത്തപ്പോഴും അവിടെ നമശിവായ ചൊല്ലിക്കൊണ്ട് ലക്ഷക്കണക്കിന് വ്യക്തികൾ ഉണ്ടായിരുന്നു. കൃഷ്ണൻ പറഞ്ഞത് എന്നെ സ്മരിക്കാൻ അല്ല, മാം അനുസ്മര യുദ്ധ്യച, മാം അനുസ്മര യുദ്ധ്യച, എന്നെ സ്മരിച്ച് യുദ്ധം ചെയ്യാനാ പറഞ്ഞത്. മാമേ വൈഷ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇപ്പൊ നീ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട, ചങ്കൂറ്റത്തോടു കൂടി യുദ്ധം ചെയ്യുക. അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ പടവാൾ ഉപയോഗിച്ച്
അതാ നിങ്ങളോട് പറയുന്നത്. ശരിക്ക് ഈ കർക്കിടകത്തിലെ കറുത്ത വാവിന് പിതൃകർമ്മം നടത്തുമ്പോൾ ശരിക്ക് കയ്യിലൂടെ പിണ്ടത്തിന് വെള്ളമൊഴിക്കുന്നൊരു മന്ത്രമുണ്ട്. എന്നെങ്കിലും സാധിക്കുമെങ്കിൽ കർക്കിടകത്തിലെ കർത്തവാവിന് മഴുവഞ്ചേരിയിലേക്ക് പിണ്ടം ഇടാനെന്ന് വരിക. ഞാൻ അവിടെ നടത്തിക്കുന്നത് 8,000 പേർക്ക്. സ്വാദുഷംസത പിതരോപയോദാഹ കൃത്രേ ശ്രിതശക്തിവന്തോ ഗവീരാ ചിത്രസേനായിഷുബല അമൃദ്ര സദോ വീരാ പുരവോ വ്രാതസാഹ. ഇതാണ് പിതൃകർമ്മത്തിൻ്റെ മന്ത്രം. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരാളും അത് ചെയ്യിക്കാറില്ല. ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞും കൂടാ. ആ പിണ്ടത്തിന് വെള്ളമൊഴിക്കുന്നത് എഴുന്നേറ്റ് നിന്ന് വേണം. 800 പേർക്ക് ഒരുമിച്ചിടുന്നത് കൊണ്ട് അവർ എഴുന്നേറ്റാ വീഴും. കാരണം കുത്തിയിരുന്ന് ശീലമില്ലാത്ത പാർട്ടീസായിരിക്കുക. അതുകൊണ്ട് ഇരുന്ന് തന്നെ വെള്ളമൊഴിക്കാൻ ഞാൻ പറയാറുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? പിതൃക്കളെ ഏറ്റവും ഉജ്ജ്വലമായ സ്വാദുള്ള പാലിന് തുല്യമായിട്ട് വെള്ളം ഞാനിതാ നിങ്ങൾക്കൊഴിക്കുന്നു എന്നിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വീരന്മാരാണ്, ഞങ്ങളെ വീരന്മാരാക്കുക. നിങ്ങൾ ധീരന്മാരാണ്, ഞങ്ങളെ ധീരന്മാരാക്കുക. ധർമ്മ സംരക്ഷണത്തിന് ഇഷുബല അമ്പും വില്ലും എടുത്തവരാണ്. ഞങ്ങളെയും രാഷ്ട്രത്തെയും ധർമ്മത്തെയും സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾക്കും ശക്തി നൽകുക. ഇഷുബല അമൃദ്ര, നിങ്ങൾ അമരത്വത്തെ പ്രാപിച്ചവരാണ്. ധീരത കൊണ്ട് ഞങ്ങളെയും അമരത്വത്തെ പ്രാപിക്കാൻ അനുഗ്രഹിക്കുക. അതല്ലാതെ ഭീരുവായിട്ട് നമശിവായ 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 ജപിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ തൊഴുകയ്യോടെ പറയുന്നു, ഈ രാഷ്ട്രത്തെയും ഈ ധർമ്മത്തെയും സംരക്ഷിക്കാൻ എൻ്റെ മുമ്പിലുള്ളവർക്ക് സാധിച്ചില്ല എങ്കിൽ ഈശ്വരൻ വന്ന് രക്ഷിക്കുമെന്ന് വിചാരിക്കല്ലേ. 11 അവതാരം മഹാവിഷ്ണുവിനുണ്ട്. 11 അവതാരം. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി സോഷ്യൽ മീഡിയ ഇത് ഏകാദശ. സോഷ്യൽ മീഡിയ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സോഷ്യൽ മീഡിയ ഇത് ഏകാദശ. ഞാൻ ഒരു വാക്കേ മാറ്റിയിട്ടുള്ളൂ. ഇതാണ് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കണം. പ്രപഞ്ചത്തിൻ്റെ അവിഭാജ്യ ഘടകമായി എൻ്റെ മുമ്പിലിരിക്കുന്നവര്. അത് 4ാമത്തെ ലെവല്. 5ാമത്തെ ലെവല് ജീവാത്മ പരമാത്മ ലെവല്. അവിടേക്ക് എത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ലെവലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പരമാത്മ ചൈതന്യം എന്താ? അത് പരബ്രഹ്മ ചൈതന്യം. എന്താ പരബ്രഹ്മം? ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ് awareness and consciousness present in every living and non-living beings. The Hindus call it as Brahman. എന്ത് പക്കാ ഡെഫിനിഷനാ! നാസയിലെ ശാസ്ത്രജ്ഞന്മാർ നൽകിയതാ. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ നൽകിയ ഡെഫിനിഷനാണ് ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്. ഒരിക്കൽ കൂടി, ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രസന്റ് ഇൻ എവറി ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സ്. ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും നിറഞ്ഞു നിൽക്കുന്ന ആ മഹാചൈതന്യത്തെ ദ ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. ഹിന്ദുസ് കോൾ ഇറ്റ് ആസ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെക്കുറിച്ച് അവിടം വരെ എത്താൻ ശ്രമിച്ചാലും എത്തില്ല. എത്തണമെങ്കിൽ വളരെ വിരളമായിട്ട് രമണ മഹർഷിയെ പോലെയോ അങ്ങനെ ചിലരെ പോലെ. നമ്മുടെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. ബാക്കി ആരും അങ്ങനെയൊന്നും എളുപ്പത്തിൽ എത്തില്ല. അങ്ങനെ നമ്മളൊന്ന് തിരിച്ചറിയാം, ഈ പ്രപഞ്ച ചൈതന്യം എന്നിലും നിന്നിലും അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാൻ നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് ജീവാത്മ ചൈതന്യം. അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. യൂട്യൂബ് എടുക്കാൻ അറിയാവുന്നവർ ഗാലക്സി എന്ന് കൊടുത്തിട്ടൊന്ന് ഗാലക്സി നോക്കാം. മിൽക്കി വേ ഗാലക്സി, ആൻഡ്രോയിഡ് ഗാലക്സി, ദ ബിഗ് ബാങ് തിയറി. വെറുതെ ഒന്ന് നോക്കുക. ആ മൊബൈൽ ഫോണിൽ കൈ കെട്ടിയിരുന്ന് തരിച്ചിരുന്നു പോകും. ഈ പ്രപഞ്ചത്തിൻ്റെ ഫോട്ടോ നിങ്ങൾ കാണുമ്പോൾ ഹബിൾ ടെലസ്കോപ്പിലൂടെ എടുത്തത്, അതാ ഭാരതീയർ വിശ്വരൂപം എന്ന് പറഞ്ഞത്. അതിനെയാ ഭാരതീയർ 4ാമത്തെ ലെവലിലുള്ള വിശ്വരൂപം എന്ന് പറഞ്ഞത്. 5ാമത്തെ ലെവല് ജീവാത്മ പരമാത്മ.
ആ ലെവലിലാ സയൻസ് വന്ന് നിൽക്കുന്നത്. ഒരു വരി പറയാൻ മനസ്സിലാവുന്നുണ്ടോ നോക്കാം. വെയർ ദ അൾട്രാ മോഡേൺ ഫിസിക്സ്, വെയർ ദ അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്, ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്, there starts ancient Indian Upanishadic philosophy. അവിടെ നിന്ന് ആരംഭിക്കുന്നു ഉപനിഷത്ത് ചിന്താധാരകൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, ബെർക്ലി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഫ്രിഡ്ജോഫ് കാപ്ര പറഞ്ഞതാ. ഇതെന്തിനാ ഇന്നത്തെ സയൻസിന്? ഒറ്റ ചോദ്യം മതി, ഒറ്റ ചോദ്യം. ലോകത്തിൽ 746 കോടി ജനതയ്ക്കും 32 പല്ല്. 32 എന്ന നമ്പർ തീരുമാനിച്ചതാരാ? 32 എന്ന നമ്പർ തീരുമാനിച്ചതാരാ? ഈ പല്ലിന് ഈ ഷേപ്പ് വേണമെന്ന് തീരുമാനിച്ചതാരാ? ഹാർട്ട് 68 പ്രാവശ്യം ഇടിക്കണമെന്ന് തീരുമാനിച്ചതാരാ? ഒരു മിനിറ്റിൽ 60,000 കിലോമീറ്റർ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചതാരാ? കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയേൺ, ഇരുമ്പ് സത്ത് ബോൺ മാരോയിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അയഡിൻ തൈറോയിഡിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ആ ഇംപ്യുവർ ബ്ലഡ് ഹാർട്ടിലേക്ക് വന്ന് അത് പ്യുവർ ബ്ലഡായി തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? ഊണ് കഴിക്കുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് ഇങ്ങോട്ട് മാറും, എയർ എടുക്കുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് ഇങ്ങോട്ട് മാറും. അത് അല്പം തെറ്റിയാൽ ചോറ് ലങ്സിലേക്ക് പോകും. അതോടുകൂടി കൃഷ്ണാരാമ ഗോവിന്ദ. എന്തേ പോവാത്തത്? ഈ തലച്ചോറിനകത്ത് 1.25 കിലോഗ്രാം ഭാരമുള്ള തലച്ചോറില് 1% ഞാനും നിങ്ങളും ഉപയോഗിക്കുന്നത്. 1% ഇതിനകത്തുള്ള ന്യൂറോൺസ് ഒന്നിനു ശേഷം ഒന്നായിട്ട് അടുക്കി വെച്ചാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലത്തിൻ്റെ ഇരട്ടി ഉണ്ടാവും. ഒരാളുടെ തലച്ചോറ് പ്രയോജനമില്ലെങ്കിലും. അതുകൊണ്ട് ഓർമ്മിക്കുക, ഇതിനകത്തുള്ള ചൈതന്യം അതാണ്. ഈ ഹാർട്ട് ഇടിക്കുക, ഈ ലങ്സ് 16 പ്രാവശ്യം എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഉണ്ട്. ഈ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു, കഴിച്ച ഭക്ഷണം ദഹിക്കുന്നു. എല്ലാം നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ കറക്റ്റ് നമ്മൾ എഴുന്നേൽക്കുന്നു. ഉറങ്ങാറാകുമ്പോൾ ഏത് മനുഷ്യനും ഇങ്ങനെ താഴെ വീഴുന്നു ഉറക്കത്തിൽ. ആരാ ഇത് നിയന്ത്രിക്കുന്നത്? ഞാൻ അല്ല. നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വര. ഞാനല്ല. ഓവർ പ്രതീക്ഷ വെച്ച് ഞാനാണ് സർവ്വതും എന്ന് പറഞ്ഞ് മാറി നിൽക്ക എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം. എന്ത്? പകൽവാണ പെരുമാളിൽ രാജ്യഭാരം വെറും 6 മണിക്കൂർ മാത്രം. മുകളിലേക്ക് കയറിയവൻ താഴത്തേക്ക് ഇറങ്ങിയേ മതിയാവൂ എന്ന് തിരിച്ചറിയുന്ന ഇതിനകത്തുള്ള ചൈതന്യവും നിങ്ങൾക്കകത്തുള്ള ചൈതന്യവും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിയുക. പക്ഷേ ഭീരുവാകാതെ തിരിച്ചറിയണം. ഭീരുവാകുമ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. ധീരനായിട്ട് തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ക്ലോക്ക് എന്നെ വിളിച്ചറിയിക്കുന്നു തൻ്റെ സമയമായി എന്ന്. അതുകൊണ്ട് ഇത്രയും ധന്യമായൊരു വേദിയിൽ എനിക്ക് ഒരു സന്ദേശവും കൂടി നിങ്ങൾക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു തുളസിത്തറ ഉണ്ടാവണം. നിർബന്ധമായും തുളസിത്തറ ഉണ്ടാവണം. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് വെക്കണം. നിർബന്ധമായും നാമം ജപിക്കണം. നിങ്ങൾ ദൈവദശകം പഠിക്കണം. രാവിലെയും വൈകുന്നേരവും ജപിക്കണം. മക്കൾക്ക് ചോറ് നിങ്ങൾ അമ്മ വിളമ്പിക്കൊടുക്കണം. ഭർത്താവിന് ചോറ് ഭാര്യ വിളമ്പിക്കൊടുക്കണം. ഓരോ ദിവസവും ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഈ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ. അത് എഴുതണ്ടെന്നല്ല, ഈ വീടിൻ്റെ ഐശ്വര്യം നമ്മളുടെ പ്രവൃത്തിയാണ് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം എന്ന് തിരിച്ചറിയുക. മക്കൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. A for ആപ്പിൾ, B for ബോൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല. A for അംബരീഷ, A for ആര്യാവർത്ത, A for ആര്യഭട്ട, B for ഭാസ്കര, B for ഭാരതം, B for ഭാഗവതം, C for ചാണക്യ, C for ചന്ദ്ര, C for ചണ്ഡീഗഡ്, D for ദേവത, D for ദാമോദര. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. G for ഗോവർദ്ധന, അതും പറഞ്ഞു കൊടുക്കാം. 10 പറഞ്ഞു കൊടുത്താൽ ബാക്കി കുട്ടികൾ തന്നെത്താനെ ഉണ്ടാക്കിക്കോളും. നല്ല പഴഞ്ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കാം. അടി തെറ്റിയാൽ അമ്പലത്തിലെ പ്രസിഡന്റും വീഴും, ഉറപ്പാണ്. കുരയ്ക്കുന്ന സെക്രട്ടറി കടിക്കില്ല, കടിക്കുന്ന വൈസ് പ്രസിഡന്റ് കുരയ്ക്കില്ല. മിന്നുന്ന കമ്മിറ്റി അംഗങ്ങളെല്ലാം പൊന്നല്ല. ചൂടുവെള്ളത്തിൽ വീണ ട്രഷറർ പച്ചവെള്ളം കണ്ടാൽ പേടിക്കും. മനസ്സിലായല്ലോ? പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടി എഴുതിയതല്ല, നമുക്ക് വേണ്ടി എഴുതിയതാ.
അത് നമുക്ക് വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് കീർത്തനങ്ങൾ പറഞ്ഞു കൊടുക്കുക, തൊഴാൻ പറഞ്ഞു കൊടുക്കുക. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് അമ്പലത്തിൽ പോവുക. ഭർത്താവിൻ്റെ ജന്മദിനത്തിന് ഭാര്യ വഴിപാടിന് കൊടുക്കുക, ഭാര്യയുടെ ജന്മദിനത്തിന് ഭർത്താവ് വഴിപാടിന് കൊടുക്കുക. ഒരു തികച്ചും വ്യത്യസ്തമായൊരു ജീവിതം, ഒരു ഉജ്ജ്വലമായ ഹൈന്ദവ ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്കേ സാധിക്കുള്ളൂ, നിങ്ങൾക്കേ സാധിക്കുള്ളൂ. ഈ പർളിക്കാട് ഭാഗവത സത്രത്തിൽ ഒരു വർക്കിംഗ് ഡേ 10:30 ഈ ഹാള് ഫുൾ ആൾക്കാരുണ്ടെങ്കിൽ അതിന് കാരണം ഈ നാട് തിരിച്ചു വരുന്നു, ഈ നാട് തിരിച്ചു വരുന്നു. അതുകൊണ്ട് അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിന്ന് പറയുക, ഞാനൊരു ഹിന്ദുവാണ്. 100 ജന്മമുണ്ടെങ്കിൽ 100 ജന്മവും ഒരു ഹിന്ദുവായി ജനിച്ച്, ഹിന്ദുവായി വളർന്ന്, ഹിന്ദുവായി മരിക്കാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മുമ്പിൽ ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും കൈനീട്ടി നിൽക്കുന്നു എങ്കിൽ നിങ്ങളുടെ കയ്യിൽ 30 രൂപയുണ്ടെങ്കിൽ 10 രൂപ വെച്ച് 3 പേർക്കും കൊടുക്കുക. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും കൊടുക്കുക. അങ്ങോട്ട് ചെന്നു കൊടുക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ അനാഥാലയങ്ങൾക്ക് കൊടുക്കുക, ഹിന്ദുക്കളുടെ വൃദ്ധസദനത്തിന് കൊടുക്കുക, ഹിന്ദുക്കളുടെ ബാലികാ സദനത്തിന് കൊടുക്കുക, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുക. കഴിയുന്നതും ശബരിമലയിലും ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും പൈസ ഇടാതിരിക്കുക. ശബരിമലയിൽ ഹിന്ദുക്കളെ തകർക്കാൻ അഡ്വക്കേറ്റിനെ അപ്പോയിന്റ് ചെയ്തതിന് 68 ലക്ഷം രൂപ അഡ്വക്കേറ്റിന് കൊടുത്തത് നിങ്ങൾ ശബരിമലയിലിട്ട പൈസയാണ്, അല്ലാതെ മന്ത്രിമാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ആ ശബരിമലയിൽ നിങ്ങൾ തലക്കുഴിഞ്ഞിട്ട പൈസ ഉപയോഗിച്ചിട്ടാണ് ശബരിമലയിലെ അനുഷ്ഠാനം തകർത്തത്. അവിടെ ഇടരുത്. പക്ഷേ ശബരിമലയിൽ പോകണം. 50 രൂപ എടുത്ത് തലയ്ക്ക് ഉഴിഞ്ഞ് ഭൂമാനന്ദ സ്വാമിയുടെ കൊണ്ടു കൊടുക്കാം. അവിടെ കൊണ്ടുപോയിട്ട് ഇടരുത്, ഇവിടെ ഇട്ടാൽ മതി. ഇതുമാതിരിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഇത് ലോൺ എടുത്തിട്ടാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ 2021 ആഗസ്റ്റ് മാസം 15-ാം തീയതിക്കകം ഇതിൻ്റെ ലോൺ തീരണം. അങ്ങനെ ധന്യമാവട്ടെ. പല പല നല്ല നല്ല പരിപാടികൾ ഇവിടെ വരട്ടെ. നിങ്ങളുടെ കുട്ടികളെ ഹിന്ദു സ്കൂളിൽ പഠിപ്പിക്കുക, കുറച്ച് സംസ്കൃതം പഠിപ്പിക്കുക. ഭഗവത്ഗീതയുടെ 12-ാം അധ്യായം 3-ാം അധ്യായം 2-ാം അധ്യായം പഠിപ്പിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കുമ്പോൾ 2-ാം അധ്യായം 3-ാം അധ്യായം 12-ാം അധ്യായം പഠിപ്പിക്കുക. നല്ല രീതിയിൽ വളരുക, ഉയരുക, ഉണരുക. ഇനി ഹിന്ദുവാണെന്ന് ചങ്കൂറ്റത്തോടു കൂടി ലോകത്തിൻ്റെ മുമ്പിൽ പറയാൻ കപ്പാസിറ്റി ഉള്ളവരായി തീരട്ടെ എൻ്റെ മുമ്പിലുള്ളവര് എന്ന് പറയുന്നു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാകാം, കോൺഗ്രസ്സുകാരാവാം, BJPക്കാരാകാം, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. എങ്ങനെയാണോ ഒരു ക്രിസ്ത്യാനി ഏത് പാർട്ടിയിലുള്ള ആളായാലും ക്രിസ്തുമതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണോ ഒരു മുസ്ലിം ഏത് പാർട്ടിയിലുള്ള ആളാണെങ്കിലും മുസ്ലിമിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഓരോ ഹിന്ദുവും ഏത് പാർട്ടിയിലുള്ളവനാണെങ്കിലും ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഒരുമിച്ച് വരാൻ ഭാരതമാതാവും ഋഷീശ്വരന്മാരും ജഗദീശ്വരനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഒരു പ്രാർത്ഥന. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച മഹാ തേജസ്സേ, നിന്നെ പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, പിതൃക്കളെ നിങ്ങളെ പ്രണമിച്ചുകൊണ്ട് സനാതന ധർമ്മം ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച യോഗീശ്വരന്മാരെ, ഋഷീശ്വരന്മാരെ നിങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമേ, നിന്നെ പ്രണമിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു പ്രണാമം, പ്രണാമം, പ്രണാമം. 43 വർഷം മുടങ്ങാതെ വേദം വായിക്കാൻ ഭാഗ്യം കിട്ടിയ ഡോക്ടർ ഗോപാലകൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു, ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും, എൻ്റെ മുമ്പിലിരിക്കുന്നവർക്കും, ചാനലുകളിലൂടെ ഈ പ്രഭാഷണം കേൾക്കുന്നവർക്കും, അവർ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭാരതമാതാവും ഋഷീശ്വരന്മാരും
ഈ പ്രപഞ്ച ചൈതന്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം പ്രണാമം പ്രണാമം.